നമസ്കാരം. ജനപ്രിയ നായകനെന്ന് കേരളം ഒന്നടങ്കം വിളിക്കുകയും വിശേഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സൂപ്പർതാരം ദിലീപിന്റെ ജീവിതം മാറിമറിയുന്നത് നടിയെ ആക്രമിച്ച കേസ് നടന്റെ പേര് വന്നതോടെയാണ്. 2017 ഫെബ്രുവരി 17 കേസിന്റെ ആസ്പദമായ പ്രധാന സംഭവങ്ങൾ അരങ്ങേറിയത്. മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായ നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ വാൻ ഇടിപ്പിച്ചായിരുന്നു ഗുണ്ടകൾ ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. പൾസർ സുനി എന്ന ക്രിമിനൽ ഉൾപ്പെടെയുള്ള ആക്രമി സംഘം നടിയുമായി കാറിൽ 1 മണിക്കൂറിലധികം നഗരത്തിലൂടെ കറങ്ങിയിരുന്നു. ഇതിനിടെ അവർ നടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ശേഷം വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്തു. കേസിൽ ദിലീപ് ആദ്യം മുതൽക്ക് തന്നെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയും ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 85 ദിവസം റിമാൻഡിൽ കഴിയുകയും പിന്നീട് ജാമ്യം നേടുകയും ചെയ്യുകയായിരുന്നു. നടിയെ ആക്രമിക്കുവാൻ വാടക ഗുണ്ടകളെ നടൻ ഏർപ്പാടാക്കിയെന്നും ലൈംഗിക അതിക്രമം ഉൾപ്പെടെ അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ദിലീപ് ചെയ്തുവെന്നുമാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവരിൽ പൾസർ എന്നറിയപ്പെടുന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സുനി, ഡ്രൈവർ കൊരട്ടി സ്വദേശി മാർട്ടിൻ, തിരുവല്ല സ്വദേശി പ്രദീപ്, വിജീഷ്, മണികണ്ഠൻ, വടിവാൾ സലീം, ചാർലി, മേസ്തിരി, സുനിൽ, വിഷ്ണു എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കേസിൽ ആകെ 14 പ്രതികളാണുള്ളത്. ദിലീപ് പ്രതിപ്പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. കേസിൽ വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന് കഴിഞ്ഞ ദിവസം അതിജീവിത ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നുമാണ് മുൻ DGP ആർ ശ്രീലേഖ പറയുന്നത്. ദിലീപ് നിരപരാധിയാണെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നും ഈ കേസ് തീരാൻ പോകുന്നില്ലെന്നും അടുത്തിടെ തന്നെ ഒരു അഭിമുഖത്തിൽ ശ്രീലേഖ പറയുകയായിരുന്നു. അതേസമയം കേസിലെ അന്തിമവാദം തുടങ്ങാനിരിക്കെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത്. തന്നെ ആർക്കും കരിവാരത്തേക്ക് കല്ലെറിയാം, പക്ഷെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാഹചര്യമാണെന്നാണ് ദിലീപ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ പഴയ അഭിമുഖത്തിൽ പറഞ്ഞത്. എനിക്ക് എല്ലാം തന്നത് സിനിമയാണ്. അഭിനയം തുടങ്ങിക്കഴിഞ്ഞാൽ അയാളെ സിനിമയിൽ നിലനിർത്തുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ഏത് പ്രതിസന്ധിയിലും എന്നെ നിലനിർത്തുന്ന എന്റെ ഓഡിയൻസിനോടാണ് എനിക്ക് കമ്മിറ്റ്മെന്റ്. അതിനിടെ നടി ആക്രമിച്ച കേസിൽ നിന്ന് പുഷ്പം പോലെ തലയൂരാമെന്ന് കരുതിയിരുന്ന ദിലീപിനെ അഴിക്കുള്ളിയിലാക്കിയത് കഴിഞ്ഞ ദിവസം അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ കേസിന് പുതിയ മാനം കൈവരികയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ആദ്യ ബലാത്സംഗ കേസ് മാത്രമാണ് ചുമത്തിയിരുന്നത്. വെളിപ്പെടുത്തൽ വന്നതോടെ വധഗൂഢാലോചന, തെളിവ് നശിപ്പിക്കാൻ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി. കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടന്നെന്ന ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. രോഗം കടുത്തെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കേസുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്ക് തുടർച്ചയായി അദ്ദേഹം കോടതിയിലും എത്തിയിരുന്നു. 2014 മുതൽ ദിലീപുമായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധമുള്ള വ്യക്തിയായിരുന്നു ബാലചന്ദ്രകുമാർ. നടിയെ ആക്രമിച്ച കേസിലെ 1ാം പ്രതി പൾസർ സുനിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ദിലീപ് ആയിരുന്നുവെന്നും നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് ദിലീപിന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും ബാലചന്ദ്രകുമാർ തുറന്നു പറഞ്ഞിരുന്നു. സുനിയുമായുള്ള തന്റെ ബന്ധം പുറത്തു പറയരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടുവെന്നും കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ വിളിച്ചിരുന്നതായും ഇതിന് രേഖകളുണ്ടെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ദിലീപുമായുള്ള പൾസർ സുനിയുടെ ബന്ധത്തെക്കുറിച്ച് പുറത്തു പറയാതിരിക്കാൻ ദിലീപിന്റെ ബന്ധുക്കൾ തന്നെ നിർബന്ധിച്ചിരുന്നുവെന്നും അദ്ദേഹം ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജാമ്യത്തിലിറങ്ങി 40 ദിവസത്തിനുള്ളിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ ഒരു VIP എത്തിച്ചിരുന്നുവെന്നും ഇത് ദിലീപും സഹോദരൻ അനൂപും സഹോദരന്റെ ഭർത്താവ് സൂരജും ഉൾപ്പെടെയുള്ളവർ കാണുന്നതിന് താൻ സാക്ഷി ആയിരുന്നുവെന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുകയായിരുന്നു. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ നടൻ ദിലീപ് ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തുകയായിരുന്നു.